ത്രിയേക ദൈവത്തിന് സ്തുതി. സ്ലീഹ നോമ്പിന്റെ 13-ാം ദിവസം. ഇന്നത്തെ ദൈവവചനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോശുവായുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. യേശു കർത്താവിന്റെ അപ്പോസ്തലന്മാരുടെ ജീവിതത്തെയും ശുശ്രൂഷകളെയും ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന നാളുകളാവുന്നു ഈ നോമ്പിന്റെ നാളുകൾ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വേദഭാഗത്തിൽ ദൈവം വിളിക്കുന്ന ഒരു ശുശ്രൂഷകൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ പറ്റി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മോശയുടെ മരണശേഷം ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് കടക്കുന്ന ഇസ്രായേൽ ജനത, ഒരു പുതിയ നേതാവിന്റെ നേതൃത്വം, ഒരു വലിയ ഉത്തരവാദിത്വത്തിലേക്കുള്ള യോശുവയുടെ നിയോഗം. ഈ നിയോഗ വഴിയിൽ ദൈവം അവനെ വിളിക്കുന്നു, ഉറപ്പ് നൽകുന്നു, ശക്തിപ്പെടുത്തുന്നു. ഒന്നാമതായി ധ്യാനിക്കുവാനായി ആഗ്രഹിക്കുന്നത് ശുശ്രൂഷയിലേക്ക് വിളിക്കുന്ന ദൈവം. 1ഉം 2ഉം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എന്റെ ദാസനായ മോശ മരിച്ചു, ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവീൻ. ഇസ്രായേൽ ജനതയുടെ വിടുവിപ്പിൽ മോശയുടെ കാലം കഴിഞ്ഞുവെങ്കിലും ദൈവത്തിന്റെ ദൗത്യം അവസാനിക്കുന്നില്ല. ഇവിടെ പുതിയൊരു നേതാവിനെ ദൈവം വിളിക്കുകയും ആ പുതിയ ശുശ്രൂഷയിലേക്ക് ഒരുക്കുകയും ചെയ്യുന്നു. ദൈവ ശുശ്രൂഷയെ വ്യക്തികളെ ആശ്രയിക്കുന്നതല്ല, ദൈവത്തിന്റെ ദൗത്യത്തെ പൂർണ്ണതയിൽ എത്തിക്കുന്നതാണ് പ്രാധാന്യം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ തന്റെ ദൗത്യ പൂർത്തീകരണത്തിന്റെ ഭാഗമായി അപ്പോസ്തലന്മാരെ വിളിക്കുന്ന ക്രിസ്തുവിനെ കാണാൻ സാധിക്കും. ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവരാകും. ഓരോ നിയോഗ ശുശ്രൂഷയും ദൈവവിളിയുടെ പൂർത്തീകരണമാകുന്നു. രണ്ടാമതായി ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവ സാന്നിധ്യം, ശുശ്രൂഷയുടെ ശക്തി. ദൈവിക ശുശ്രൂഷ ഒരു വലിയ സമർപ്പണത്തിന്റെ അനുഭവമാണ്. ഈ സമർപ്പണ വഴികളെ ശക്തിപ്പെടുത്തുന്നത് ദൈവിക സാന്നിധ്യമാണ്. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും, ഞാൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. നിയോഗ വഴിയിൽ യോശുവയ്ക്ക് ദൈവം നൽകുന്ന ഒരു വലിയ ഉറപ്പാണ് ഈ വാക്യം. നാം ഒറ്റയ്ക്കല്ല, ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഉദ്യതനായ യേശു കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു: ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയിരിക്കും. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്ന ഇടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. ഇത് നമ്മുടെ ശുശ്രൂഷകൾക്ക് ഒരു വലിയ ആവേശവും ഉറപ്പും ആത്മവിശ്വാസവും പകരുന്നു. ദൈവം നമുക്ക് നൽകുന്ന ദൗത്യം വലിയതാണ്. വെല്ലുവിളികൾ ഉണ്ടാകാം, പക്ഷെ നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അന്ത്യം വരെയും കൂടെ ഉള്ളവനാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, യോശുവയെ നീ വിളിച്ചതുപോലെ ഞങ്ങളെയും നീ വിളിച്ചിരിക്കുന്നതോർത്ത് സ്തോത്രം. ഞങ്ങളുടെ ശുശ്രൂഷയിലും ജീവിതത്തിലും കൂടെ ഇരിക്കണമേ. ഞങ്ങൾക്ക് ധൈര്യവും വിശ്വാസവും ശക്തിയും നൽകിത്തരയണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ.